ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഇനി രാഹുവിനെ കുറിച്ച്, നവഗ്രഹങ്ങളിൽ 8ാമത്തെ ഗ്രഹമായ രാഹുവിനെ കുറിച്ചൊന്ന് അറിയാം. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ മാത്രം അറിയാൻ പറ്റുന്ന ഷാഡോ പ്ലാനറ്റുകളാണ് രാഹുവും കേതു. അതുകൊണ്ട് തന്നെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി വേണം ഇവരെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിച്ച് ഫലം പറയാൻ. അതിന് കഴിവത്തതായ ഈശ്വര സാന്നിധ്യമുള്ള കർമ്മകുശലതയുള്ള ആളായിരിക്കണം ഇത് ഗ്രഹിക്കുന്ന ജ്യോത്സ്യൻ. അദ്ദേഹത്തിൻ്റെ യുക്തി നിരീക്ഷണത്തിലൂടെ അവയെ മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കിയുള്ള ഗ്രഹം പോലെ അല്ല രാഹുകേതുക്കളുടെ ചിന്തനം ചെയ്യുന്ന ആ അവസ്ഥ. അപ്പോൾ സർപ്പം എന്ന് വിളിക്കുന്ന ഗ്രഹനിലയിൽ സ എന്ന് സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് രാഹു അഥവാ സർപ്പം. സൂര്യചന്ദ്രന്മാരുടെ ഓർബിറ്റ് കൂട്ടിമുട്ടുന്ന 2 പോയിന്റുകളാണ് രാഹുവും കേതു. സ്ത്രീ ആണ് പുരുഷനാണ് എന്നുള്ള 2 അഭിപ്രായങ്ങളാണ് രാഹുവിനെയും കേതുവിനെയും കുറിച്ച് പറയുന്നത്. സ്ത്രീ ഗ്രഹമാണെന്നും പുരുഷഗ്രഹമാണെന്നും 2 അഭിപ്രായങ്ങളാണ്. ശനിവത് രാഹു എന്ന് പറയാറ്. ശനിയെപ്പോലെ തന്നെ രാഹുവും ഒരുപോലെയാണെന്നാണ് പറയുന്നത്. ഗ്രേ നിറമാണ്, ഒരു പുക മാതിരിയുള്ള കളറാണ്. അതുപോലെ തന്നെ നിതൃതി കോൺ, തെക്ക് പടിഞ്ഞാറേ കോണാണ്. വായുവാണ്, ഗോമേതകമാണ് രത്നം. ഇതൊക്കെ രാഹുവാണ് എൻ്റെ അടയാളങ്ങളാണ്. 5, 7, 9, 12 പൂർണ്ണ ദൃഷ്ടിയുണ്ടെന്നാണ് പരാശര മഹർഷി പറയുന്നത്. രാഹുവിനും കേതുവിനും ഒരുപോലെ 5, 7, 9, 12 ഭാവങ്ങളിൽ പൂർണ്ണ ദൃഷ്ടിയുണ്ടെന്നും പറയുന്നു. പരിഹാരം ചെയ്താൽ, അതുപോലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരം ചെയ്താൽ പെട്ടെന്ന് ഫലം നൽകുന്ന ഗ്രഹമാണ് രാഹു. ബാക്കിയുള്ള ഗ്രഹങ്ങളെപ്പോലെയല്ല, ശീഘ്രഫലം നൽകുന്ന ഗ്രഹമാണ് രാഹു. വൃദ്ധവേഷത്തിൽ വന്ന്, പാലാഴിമദന സമയത്ത് വൃദ്ധവേഷത്തിൽ വന്ന് അമൃത് ദേവന്മാരിൽ നിന്ന്, മോഹിനിയിൽ നിന്നും തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ച അസുരനാണ് രാഹു. അമൃത് ഇറങ്ങി തൊണ്ടയിൽ വരെ ആയി. അപ്പോഴാണ് സുദർശന ചക്രം വന്ന് അരിയുന്നത് തല. അപ്പോൾ അമൃത് ഇറങ്ങിയ ഈ കഴുത്ത് വരെയുള്ള ഭാഗം രാഹുവും അതിന് താഴോട്ടുള്ള ഭാഗം കേതുവുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സുദർശനത്താൽ അരിഞ്ഞതാണ് ഭഗവാൻ. ചന്ദ്രനാണ് വൃദ്ധയായിട്ട് വന്ന് രാഹു ഇത് വേഷം മാറി വന്നതാണെന്ന് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ സുദർശന ചക്രത്താൽ ഗ്രഹിക്കുകയും നിഗ്രഹിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയാണ്, ആ ഗ്രഹമാണ് രാഹു കേതു. ബ്രഹ്മാണ്ടത്തിലുള്ളത് പിണ്ടാണ്ടത്തിലും, പിണ്ടാണ്ടത്തിലുള്ളത് ബ്രഹ്മാണ്ടത്തിലുമുണ്ടെന്ന് പറയാറ്. അങ്ങനെ ഉള്ള അവസ്ഥ മനസ്സിലാക്കുന്നത് രാഹു കേതുക്കളുടെ ബന്ധത്തിലൂടെയാണ്.
സൂര്യചന്ദ്രന്മാരുമായി ചേർന്നും രാഹുവും കേതുവും ഒരുമിച്ചോ ഗ്രഹനിലയിൽ നിന്നാൽ വലിയ ആപത്താണ്. കാക്കപ്പുള്ളി, വിഷം തീണ്ടൽ, വ്രണങ്ങൾ, കരൾപരമായ രോഗങ്ങൾ, ആൽക്കഹോൾ അഡിക്റ്റാവുന്നത്, കരളിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ, കുറുക്കൻ, പഴുതാര, സർപ്പക്കാവുകൾ, മടകൾ, ഈ ചിതലുകൾ, കാവുകൾ, സർപ്പമന്ത്രങ്ങൾ, നാഗേഷി, നാഗരാജാവ്, സർപ്പംപാട്ട്, സർപ്പബലി, കാവഡ്യങ്ങൾ, പുള്ളുവന്മാർ, പുള്ളുവൻ പാട്ട്, രാശിപരമായിട്ടുള്ള രാശി ഇല്ലാത്ത, ആധിപത്യം ഇല്ലാത്ത, സ്വാതന്ത്ര്യം ഉള്ള, പ്രത്യേക രാശിയില്ലാത്ത, ആധിപത്യമില്ലാത്ത, സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്രഹങ്ങളാണ് രാഹുവും കേതുക്കളും. ആരുടെ കൂടെ കൂട്ടുകൂടുന്നോ അതുപോലെ ഇരിക്കും. അതാണ് ഇവർ രണ്ടുപേരുടെയും രീതി. നല്ല ഗ്രഹത്തിനോടൊപ്പമായാൽ നല്ലതുപോലെ നിൽക്കും. ചീത്ത ഗ്രഹത്തോടൊപ്പമാണെങ്കിൽ, പാപഗ്രഹങ്ങളോട് കൂട്ടുകൂടിയാൽ ക്രൂരനായി മാറും. അതാണ് സ്വഭാവ രീതി. ആരുടെ കൂടെ കൂട്ടുകൂടുന്നോ അവനിലുള്ള സ്വഭാവമായിരിക്കും. സ്വന്തമായി നിലനിൽപ്പില്ലാത്ത, ആധിപത്യമില്ലാത്ത ആളുകളാണ്, സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് രണ്ടുപേരും. സ്വാതന്ത്ര്യം ഉള്ള ഗ്രഹങ്ങൾ, റിയൽ അല്ലാത്ത, കാപട്യം നിറഞ്ഞ ആൾക്കാർ രാഹുവാണ്. റിയൽ അല്ലാത്ത, കള്ളത്തരത്തിലൂടെ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം, ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളെല്ലാം രാഹു പരമായിട്ടുള്ളതാണ്. 3, 6, 10, 11 എന്നീ സ്ഥാനങ്ങളിൽ രാഹു നിന്നാൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് കാര്യമാണ്. യുക്തി കുശലത എപ്പോഴും കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാത്ത ഗ്രഹങ്ങളാണ്. യുക്തികുശലതയുള്ളതും എപ്പോഴും കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്നതുമായിട്ടുള്ള ഗ്രഹമാണ് രാഹു. അതുപോലെ സ്കിൻ ഡിസീസുകൾ, അലർജികൾ ഇതെല്ലാം രാഹുവാണ്. കപട യോഗങ്ങൾ, കാപട്യം നിറഞ്ഞ കാര്യങ്ങൾ, വ്യാഴസർപ്പയോഗം എന്ന് പറയുന്നത് ചതിപ്രയോഗങ്ങളാണ്. ചതിയിലൂടെ നേടുന്ന കാര്യങ്ങളാണ് വ്യാഴനും സർപ്പവും കൂടി ഒന്നിച്ചാൽ ഉണ്ടാവുന്നത്. കാളസർപ്പയോഗം ആത്മഹത്യാപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടുള്ള പ്രവണത, സൂതക്ഷയ യോഗം, പുത്ര സന്താന ക്ലേശകരമായിട്ടുള്ള യോഗങ്ങൾ, സർപ്പം ഉച്ചരാശിയിൽ നിൽക്കുന്നതോടുകൂടി, പൂർണ്ണബലത്തോടുകൂടി നിൽക്കുന്നത്, ഇടവൻ രാശിയിൽ നിൽക്കുന്നത് മഹാലക്ഷ്മി യോഗത്തിന് കാരണമാകുന്നു, അഭിവൃദ്ധിക്ക് കാരണമാകുന്ന ഒരു പോസിറ്റീവ് അവസ്ഥയാണ്. അതുപോലെ ഈ ജന്മം ചെയ്യേണ്ടത് എന്താണെന്ന് കാണിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിത്തരുന്നത്, അത് മനസ്സിലാക്കിത്തരുന്നത് രാഹുവാണ്. ഭക്ഷണത്തിലായാലും റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചൈനക്കാർ ഇറക്കുന്നത് എന്ന് പറയുന്നത് പോലെ, ഭക്ഷണത്തിലായാലും റിലേഷൻഷിപ്പിലായാലും താൽക്കാലികമായിട്ടുള്ള, സ്ഥായി അല്ലാത്ത ഒരു റിലേഷൻ ഡ്യൂപ്ലിക്കേറ്റ് അവസ്ഥ ഉണ്ടാക്കുന്നതെല്ലാം രാഹുവാണ്. ചുമ്മാതെ പറയുന്ന കാര്യങ്ങൾ, അതായത് ആരോടെങ്കിലും നമ്മൾ ചുമ്മാതെ പറയത്തില്ലേ, നീ എൻ്റെ സ്വന്തമാണ്, നീ എൻ്റെ പ്രണയിനിയാണ്, നീ ഇല്ലാതെ എനിക്ക് ഒന്നും സാധിക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ചുമ്മാതെ പറയുന്ന
സ്ഥായിയല്ലാത്ത കാപട്യങ്ങൾ, ഇതെല്ലാം രാഹുവാണ്. നഖത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പുഴുക്കൾ, ബീജത്തിന് ബലക്കുറവ്, ചീറ്റ് ചെയ്യുന്നത്, വഞ്ചിക്കുന്നത്, അമിതമായ ആവേശം, താല്പര്യം എന്നിവയെല്ലാം സഡൻലി കാണിച്ചിട്ട് പെട്ടെന്ന് തേച്ചിട്ട് പോകുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഉണ്ടാക്കുന്നത്, ചീറ്റിംഗ് ഉണ്ടാക്കുന്നത്, ഇതെല്ലാം രാഹുവാണ്. മതം മാറുക, രാജ്യം മാറുക, എടുത്തു ചാടിച്ച് ചെയ്യുന്ന ആത്മഹത്യകൾ, കല്യാണം, രജിസ്റ്റർ മാരേജ്, നാടും നാട്ടുകാരും വീട്ടുകാരെയെല്ലാം വെറുപ്പിച്ച് ഒളിച്ചോടുന്ന ആ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതെല്ലാം രാഹുവാണ്. ഒരു മിറാഷ് പോലെയാണ്, അത്ഭുതം പോലെയാണ് പെട്ടെന്നുള്ള പ്രവർത്തനം, സഡൻലി അറ്റാക്കിങ്, ഇതെല്ലാം രാഹുവാണ്. ബന്ധം അധികകാലം ഉറച്ച് നിൽക്കാത്ത, സ്ഥായിയല്ലാത്ത, നിലനിൽപ്പില്ലാത്ത, അല്പകാലത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കുന്നത് രാഹുവാണ്. ഫ്യൂച്ചർ ആണ്, കുറച്ചു കാലമേ നിലനിൽക്കൂ. ഫ്യൂച്ചർ, ഫാസ്റ്റ് ഫ്യൂച്ചർ, കുറച്ചു കാലമേ നിലനിൽക്കുകയുള്ളൂ. ലോകത്തെ മാറ്റിമറിക്കുന്ന സംഭവം, പ്രളയം പോലുള്ള സംഭവങ്ങൾ, സുനാമി പോലെയുള്ള സംഭവങ്ങൾ, കൊടുങ്കാറ്റ് പോലെയുള്ള സംഭവങ്ങൾ, ഇതെല്ലാം ഭീകര അന്തരീക്ഷം, പെട്ടെന്നുള്ള ചേഞ്ചിങ് കാലത്തിൻ്റെ, ലോകത്തിൻ്റെ, ഇതെല്ലാം സൃഷ്ടിക്കുന്നത് രാഹു കേതു അപഹാരത്തിൻ്റെയാണ്. സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റേതായിട്ടുള്ള യുക്തി കുശലതയിലൂടെ ഈശ്വരാധീനമുള്ള സർവതന്ത്രജ്ഞനായ ഒരു ജ്യോത്സ്യന് മാത്രമേ നല്ല രീതിയിൽ നിരീക്ഷിച്ച് ഗവേഷണം നടത്തി ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രീവിയസ് കാലഘട്ടം, ഒരാളിൻ്റെ, ഒരു വ്യക്തിയുടെ പ്രീവിയസ് കാലഘട്ടങ്ങളെക്കുറിച്ച്, പൂർവികപരമായിട്ടുള്ള അപ്പനപ്പൂപ്പന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാം രാഹുവാണ്. മഹായുദ്ധങ്ങൾ ഒക്കെ നടന്ന കാലഘട്ടമൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ അതെല്ലാം രാഹുവാണ് ഉണ്ടാക്കുന്നത്. ഒക്കെ അഡിക്ഷൻ, കെമിക്കല്, ഇതെല്ലാം പ്രണയം ഉണ്ടെന്ന് പറ്റിക്കുന്ന, ഒരാളോട് പ്രണയം തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്ന ചീറ്റിങ്ങായിട്ടുള്ള അവസ്ഥയെല്ലാം രാഹുവാണ്. വേദനാജനകമായ മരണാവസ്ഥ, ഇതെല്ലാം രാഹുവാണ്. ഫോറിൻ ലാംഗ്വേജ്, കള്ളപ്രണയം, ഇതെല്ലാം രാഹുവാണ്. അട്രാക്ഷൻ തോന്നിപ്പിക്കുന്ന, ഒരു ആകർഷണം തോന്നിപ്പിക്കുന്ന, എന്നാൽ സ്ഥായി അല്ലാത്ത, കുറച്ച് നാളത്തേക്കുള്ള ഒരു അവസ്ഥയുണ്ടാക്കുന്ന എല്ലാം കാപട്യങ്ങളും കപടതകളും ചൂത് പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം രാഹുവാണ്. ഫാസ്റ്റ് ലൈഫാണ്, ഓട്ടോമാറ്റിക്കായിട്ടുള്ള, സഡൻലി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പൂർവജന്മ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമേ കർമ്മഫലം മനസ്സിലാക്കാൻ പറ്റൂ. രാഹുവിനെ ഓരോ കാര്യങ്ങളും ബാക്കിലേക്ക് അന്വേഷിക്കുന്നത്, ഹിസ്റ്ററി തപ്പിപ്പോകുന്നത്, ഇതെല്ലാം രാഹുവാണ്. വേശ്യത തൊഴിലായി കാണുന്നതും രാഹുവാണ്. ഫോറിൻ കൺട്രീസിലൊക്കെ റോഡുകളിലുമൊക്കെ അണിഞ്ഞൊരുങ്ങി നിന്ന് ഒരു തൊഴിലായി കൊണ്ടുപോകുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നത് രാഹുവാണ്. പാസ്റ്റ് ലൈഫ് സൂചനകളാണ് സർപ്പം തരുന്നത്, രാഹു തരുന്നത്. ഈ ജന്മത്തിൻ്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുന്നത് രാഹുവിലൂടെയാണ്. ഇതുപോലെ പരിഹാരം ചെയ്താൽ അനുഗ്രഹം പെട്ടെന്ന് തരുന്ന ദൈവം
രാഹു സർപ്പങ്ങളാണ്, രാഹുവാകുന്ന സർപ്പങ്ങളാണ്. ഗുരുശാപം, സർപ്പശാപം, ഗുരു ചണ്ടാള യോഗം, വ്യാഴവും രാഹുവും കൂടെ ചേരുന്നതാണ് ഗുരു ചണ്ടാള യോഗം. കാളസർപ്പയോഗം, ദുർമൃതി യോഗം, കുടുംബനാശ യോഗം എന്നിവ രാഹു ആണ് പ്രകടമാക്കുന്നത്. മർഡർ, കെട്ടിത്തൂങ്ങിച്ചാകുന്ന അവസ്ഥ, ഇതെല്ലാം രാഹുവാണ് സൃഷ്ടിക്കുന്നത്. വശ്യതയുടെയും അട്രാക്ഷൻ്റെയും ആകർഷണം, സൗന്ദര്യത്തിൻ്റെയും അതുപോലെ തന്നെ ചീറ്റിങ്ങിൻ്റെയും ഫലത്തെ കാണിക്കുന്ന എടുത്തുചാട്ടക്കാരനായിട്ടുള്ള സ്ഥായിയല്ലാത്ത അവസ്ഥയ്ക്ക് കാരണമാകുന്ന ഏതൊരവസ്ഥയെയും രാഹുവാണെന്ന് ചിന്തിച്ചു കൊള്ളുക. ഇതാണ് രാഹുപരമായിട്ടുള്ള സൂചിപ്പിക്കുന്ന അവസ്ഥകളും ജീവിതത്തിലെ കാര്യങ്ങളും വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളും. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.